തകർന്ന സിസ്റ്റമാണ് കേരളത്തിലുള്ളത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ അനധികൃതമായൊരു സ്ഥാപനം കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. തന്നെയല്ല, ഇത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ഒരു മണ്ഡലമാണ്. എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അത് സംബന്ധിച്ചൊരു പ്രസ്താവന നടത്താൻ തയ്യാറായത്? ദിവസങ്ങൾക്ക് ശേഷമാണ്, 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേരള മുഖ്യമന്ത്രി പ്രസ്താവന ഇറക്കിയത്. തന്നെയല്ല, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും 2-3 ദിവസത്തിന് ശേഷമാണ് പുറത്തു വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെ പ്രസ്താവനയല്ല ആവശ്യം, അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെ ആക്ഷനാണ് വേണ്ടത്. അവർ പ്രസ്താവന ഇറക്കിയിട്ട് എന്താണ് കാര്യം? ബഹുമാനപ്പെട്ട മന്ത്രി OR കേളു ചെയ്യേണ്ടത് എന്താണ്? ശക്തമായ നടപടി സ്വീകരിക്കുവാനുള്ള നിയമ നടപടികളിലേക്കും നിർദ്ദേശങ്ങളിലേക്കും കടക്കേണ്ട മന്ത്രി ഫേസ്ബുക്കിൽ പ്രസ്താവന എഴുതുക. സാംസ്കാരിക പ്രവർത്തകർ പ്രസ്താവന ഇറക്കുന്നത് മനസ്സിലാക്കാം, സാമൂഹ്യ പ്രവർത്തകർ പ്രസ്താവന എഴുതുന്നത് മനസ്സിലാക്കാൻ അവർക്ക് അധികാരമില്ല. പക്ഷേ അധികാരസ്ഥാനത്തിരിക്കുന്നവർ ഇതിനോട് അലംഭാവം കാണിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഭരണകൂടം പ്രസ്റ്റീജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിനെ പിന്താങ്ങുന്നു എന്നാണ് പൊതുസമൂഹം മനസ്സിലാക്കുന്നത്. നോക്കൂ, ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ ഒരു കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരെ അറസ്റ്റ് ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ ഒരു രാത്രി മുഴുവൻ പാർപ്പിച്ചു. മാല മോഷ്ടിച്ചു വന്നതിൻ്റെ പേരിലാണ്. പിന്നീട് തെളിഞ്ഞത് കള്ളപ്പരാതിയാണെന്ന്. അവർ കുടിക്കാൻ ദാഹജലം ചോദിച്ചു. കക്കൂസി പോയി കുടിക്കാനാണ് കേരള പോലീസ് ആജ്ഞാപിച്ചത് അവരോട്. പക്ഷേ നിതിൻ രാജിൻ്റെ കൊലപാതകം നടന്നിട്ട് ഇന്നേക്ക് 10 ദിവസം പൂർത്തിയായിരിക്കുന്നു. ഇതുവരെയും യഥാർത്ഥ കൊലയാളികളായ ഡോക്ടർ റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും ഒളിവിലാണ്. എന്തുകൊണ്ടാണ് റാമും സംഗീത നമ്പ്യാരും ഒളിവിൽ? വളരെ വ്യക്തമാണ്. അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടി കേരള പോലീസ് കാത്തിരിക്കുക. മുൻകൂർ ജാമ്യം കിട്ടിയതിന് ശേഷം മാത്രമേ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം കേരളത്തിലെ ദളിതരും ആദിവാസികളും സവർണ സ്ഥാപനങ്ങളാൽ, സ്വകാര്യ സ്ഥാപനങ്ങളാൽ, എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളാൽ ഹിംസിക്കപ്പെടേണ്ടവരാണ് എന്ന ജാതീയ മുൻവിധി, ചാതുർവർണ്ണ്യത്തിൻ്റെ മുൻവിധിയാണ് കേരള പോലീസ് അധികാരികളെ, അതിന് മേൽനോട്ടം വഹിക്കുന്ന ഭരണകൂടത്തെയും നയിക്കുന്നത് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഇത്ര വൈകുന്നത്? എന്തുകൊണ്ടാണ്? ഇതൊരു സ്ഥാപനപരമായ ഹിംസയാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ തന്നെയാണ്. അതിനെ കേവലം ലോൺ ആപ്പിലേക്ക് ചുരുക്കുന്നത് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. തന്നെയല്ല, ഒരു കാര്യം കൂടി ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കണം. ഈ ലോൺ ആപ്പിൻ്റെ വിഷയം ചോദ്യം ചെയ്യാനാന്ന പേരിൽ വിളിച്ചു വരുത്തി ആ പയ്യനെ, നിതിൻ രാജിനെ, സമ്പൂർണ്ണമായി അവൻ്റെ ആത്മാഭിമാനത്തെ നശിപ്പിച്ച് ഹിംസ ചെയ്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ ചുറ്റും കൂടി അധ്യാപകർ. എന്തുകൊണ്ടാണ് അവരെ വിചാരണ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ്? പോലീസ് അധികാരികൾ എന്തുകൊണ്ടാണ് അവരെ ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് അവരെ രക്ഷിക്കുന്ന നടപടികൾ കേരളത്തിലെ പോലീസ് അധികാരികൾ സ്വീകരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഒരു അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ പിറ്റേ ദിവസം തന്നെ എന്തുകൊണ്ടാണ് പോലീസ് അധികാരികൾ വെളിയിൽ വന്നത് ലോൺ ആപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ മറ്റൊരു സന്ദേശം കൊടുക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ കേരളത്തിൽ ജാതി ഇല്ല എന്നും ഇത് വെറ്റൊരു വിഷയമാണെന്ന് വരുത്തി തീർത്ത് കേരളത്തിൽ നിലനിൽക്കുന്ന ജാതി ഹിംസകളെ മറച്ചു വെക്കാനാണ് കേരളത്തിലെ നിയമവാഴ്ചയുടെ സിസ്റ്റം ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ആത്യന്തികമായി ചെയ്യുന്നത് എന്താണ്? കേരളത്തിലെ ദളിതരെയും ആദിവാസികളെയും എക്കാലത്തെയും പീഡനമുറകളിലേക്ക് തെള്ളിയിടുവാനുള്ള ഒരു മുൻവിധിയും മുൻബോധവും കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ തീർച്ചയായിട്ടും കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, സംശയം വേണ്ട.